ലഹരി പരിശോധനയ്ക്കിടെ ഡാൻസർ സംഘത്തെ വെട്ടിച്ച് കടന്നുകളഞ്ഞ നടൻ ഷൈൻ ടോം ചാക്കോയ്ക്ക് പോലീസ് നോട്ടീസ് നൽകും. പരിശോധനയ്ക്കിടെ ഓടിപ്പോയതിൽ വിശദീകരണം തേടും. ഷൈൻ ടോം ചാക്കോയെ നിലവിൽ അറസ്റ്റ് ചെയ്യില്ലെന്ന് പോലീസ്. കാണാതായെന്ന് പറയുന്ന ഷൈൻ ടോം കേരളം വിട്ടെന്നും പോലീസ് വ്യക്തമാക്കി. ആലപ്പുഴ കേസിൽ അറസ്റ്റിലാകുമോ എന്ന പേടിയിലാണ് ഷൈൻ ഓടിപ്പോയതെന്നും പ്രാഥമിക നിഗമനം. വിവരങ്ങളുമായി വിജിത ചേരുന്നുണ്ട്. വിജിത, ഇപ്പോൾ അന്വേഷണം എങ്ങനെയാണ് പുരോഗമിക്കുന്നത്? ഏറ്റവും പുതിയ വിവരങ്ങൾ എങ്ങനെയാണ്? അതിനെ സൂചിപ്പിച്ചതുപോലെ ഈ ഒരു കേസിൽ ഏറ്റവും പ്രധാനമായി വരുന്ന വിവരം അമ്മയ്ക്ക് മുന്നിൽ അല്ലെങ്കിൽ അമ്മയുടെ ആസ്ഥാനത്ത് ഉറപ്പായിട്ടും ഷൈൻ ടോം ചാക്കോ തിങ്കളാഴ്ച ഹാജരാവാൻ സാധ്യതയുണ്ട് എന്നുള്ളൊരു കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. കാരണം അമ്മയുടെ ഓഫീസിൽ തിങ്കളാഴ്ച ഒരു IC കമ്മിറ്റി യോഗം തീരുമാനിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ ഈ ഒരു യോഗത്തിന്റെ എല്ലാം ഭാഗമായി തന്നെ അമ്മയുടെ ഓഫീസിൽ എത്താനുള്ള സാധ്യതയുണ്ട്, ഹാജരാകാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. കാരണം ഈ ഒരു കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഷൈൻ ടോം ചാക്കോ എന്ന് പറയുന്ന നടൻ അമ്മ എന്ന സംഘടനയിൽ ഉള്ള ഒരാളാണ്. എന്നാൽ വിൻസി എന്ന് പറയുന്ന ഈ നടി ഒരിക്കലും ഈ ഒരു അമ്മ സംഘടനയിൽ ഉള്ള ആളല്ല. എങ്കിൽ പോലും ഈ ഒരു കേസിൽ പ്രാധാന്യം അവർ അമ്മ എന്ന് പറയുന്ന സംഘടന നൽകുന്നുണ്ട്. പക്ഷേ ഷൈൻ ടോം ചാക്കോക്കെതിരെ ഒരു കേസ് വരുന്ന സമയത്ത് സംഘടനയിൽ ഉള്ള ഒരാളായതുകൊണ്ട് തന്നെ ആളുടെ വിശദീകരണം എന്താണ് ഈ ഒരു കേസിൽ ഷൈൻ ടോം ചാക്കോയ്ക്ക് പറയാനുള്ളത് എന്നുള്ള ഒരു കാര്യം തേടേണ്ട ഒരു കാര്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരായി അക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയാൽ മാത്രമാണ് ഈ ഒരു കേസിൽ മുന്നോട്ടുള്ള നടപടി എത്രത്തോളം എങ്ങനെയാണ് എന്നുള്ള കാര്യത്തിലെല്ലാം തീരുമാനം പറയാനായിട്ട് സാധിക്കുകയുള്ളൂ. അമ്മയുടെ ഭാഗത്ത് നിന്ന് വരുന്ന ഒരു നടപടി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ഷൈൻ ടോം ചാക്കോ ഹാജരാകും എന്നുള്ള ഒരു കാര്യത്തിൽ ഒരു സാധ്യത നമുക്ക് ലഭിക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു കേസിൽ എക്സൈസ് ഒരിക്കലും നേരിട്ട് ഒരു ഇടപെടൽ നടത്തുന്നില്ല എന്നുള്ള കാര്യമാണ് അറിയാൻ സാധിക്കുന്നത്. വിൻസി അലോഷ്യസിന്റെ പരാതിയിലെല്ലാം തന്നെ പറയുന്നത് നേരിട്ട് ഒരു കേസിലേക്കോ അല്ലെങ്കിൽ പോലീസ് നടപടികളിലേക്കോ ഒന്നും പോകാനുള്ള താല്പര്യം വിൻസിയോ വിൻസിയുടെ കുടുംബമോ ഒന്നും താല്പര്യം കാണിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ പരാതിയില്ലാതെ ഈ ഒരു കേസിൽ ഒരു പരാതിയില്ലാത്ത ഈ ഒരു കേസിൽ മുന്നോട്ട് നടപടിയുമായി പോകാനായി ഒരിക്കലും എക്സൈസിന് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ ഈ ഒരു വിൻസി അലോഷ്യസിന്റെ ഈ ഒരു കേസിൽ അല്ലെങ്കിൽ ലഹരിയുമായി ബന്ധപ്പെട്ട് തന്നെ മോശമായി പെരുമാറി എന്ന് പറയുന്ന ഒരു കേസിൽ നടപടിയെടുക്കാനായിട്ട് എക്സൈസിന് ഒരിക്കലും സാധിക്കില്ല. പക്ഷേ സിനിമാ മേഖലയിലെ മൊത്തത്തിലുള്ള ഒരു ലഹരി ഉപയോഗം കൂടുന്നു എന്നുള്ള വിഷയത്തിൽ ശക്തമായിട്ടുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് എക്സൈസും തീരുമാനിച്ചിരിക്കുന്നത്. നേരത്തെ മന്ത്രി എം പി രാജേഷ് അടക്കം പറഞ്ഞ കാര്യങ്ങളിൽ കൃത്യമായ നടപടി ഉണ്ടാകും എന്നുള്ള കാര്യം അറിയിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യത്തിൽ സിനിമാ മേഖലയിലെ ഈ ഒരു സിനിമാ വ്യവസായത്തിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം കൂടുന്നുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകളുണ്ട് എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ട് തന്നെ അത്തരത്തിലൊരു പരിശോധന നടത്താനുള്ള സാധ്യതയുണ്ട്. പക്ഷേ എങ്കിൽ ഈ ഒരു കേസിൽ എക്സൈസ് നേരിട്ടൊരു ഇടപെടൽ നടത്തില്ല. പോലീസിന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് പറയുന്നത്. പരാതി ഇല്ല, ഈ ഒരു കേസിൽ പരാതി ഇല്ലാത്തത് കൊണ്ട് തന്നെ നേരിട്ട് ഒരു അറസ്റ്റിലേക്കൊന്നും കടക്കാൻ ഒരിക്കലും പോലീസിനും സാധിക്കില്ല. പക്ഷേ ഇന്നലെ ഹോട്ടലിൽ വെച്ച് ഡാൻസ് ഓഫ് സംഘം എത്തിയപ്പോൾ ഷൈൻ ടോം ചാക്കോ അവിടെ നിന്നും രക്ഷപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതെന്തിന് എന്നുള്ളൊരു കാര്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു വിശദീകരണം ഷൈൻ ടോം ചാക്കോ നൽകണം. കാരണം തെറ്റ് ചെയ്യാത്ത ഒരാൾ എന്തിനു ഓടിപ്പോയി എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ വിശദീകരണം എന്തായാലും പോലീസും തേടും എന്നുള്ളൊരു കാര്യമാണ് അറിയിച്ചിരിക്കുന്നത്. ഈ ഒരു കേസിൽ പോലീസിനും ചോദിക്കാനുള്ളത് ഷൈൻ ടോം ചാക്കോ എന്തിനാണ് ഓടിപ്പോയത് എന്നുള്ളതാണ്. അല്ലാതെ ഈ ഒരു വിൻസി എന്ന് പറയുന്ന നടിയുടെ പരാതിയിൽ ഒരു കേസെടുക്കാൻ പോലീസിനും സാധിക്കില്ല എന്നുള്ള കാര്യം തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അമ്മയുടെ ഓഫീസിൽ ഈ ഒരു IC കമ്മിറ്റി യോഗത്തിൽ നിലവിൽ ഷൈൻ ടോം ചാക്കോ ഹാജരാവാനുള്ള സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതിര. ശരി, വിജിതയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. വനിതാ സിവിൽ പോലീസ് ഓഫീസർ റാങ്ക് ലിസ്റ്റിന്റെ